ഇന്ന് നമ്മൾ മണി പ്ലാന്റ് ബോൾ ഷേപ്പിൽ വളർത്താനുള്ള ഫ്രെയിം ഉണ്ടാകും. നമ്മൾ 8 ഇഞ്ച് പോട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ബോൾ ഷേപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 12 ഇഞ്ചെങ്കിലും നമ്മൾ ഇത് വളയ്ക്കേണ്ടി വരും. 12 ഇഞ്ചിൻ്റെ ബോൾ ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് 36 ഇഞ്ചിനേലും സ്വല്പം കൂടുതൽ, ഒരു 38 വയ്ക്കാം. 38 ഇഞ്ചിൻ്റെ 3 പീസ് വെട്ടിയെടുക്കാം. ഇനി ഇതിൻ്റെ ഡബിൾ വലുപ്പത്തിൽ 2 കമ്പി കട്ട് ചെയ്യാം. ഇനി നമുക്കിത് ഒരടി റിങ്ങിലേക്ക് ആക്കണം. വളച്ച് ഈ കമ്പിട്ട് കെട്ടിയാൽ ഇത് വഴിക്ക് നിൽക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് പേപ്പറിട്ട് ചുറ്റാം. മൂന്നെണ്ണം നമുക്ക് ചുറ്റിയെടുക്കാം. എല്ലാ വർക്കിന് ശേഷം കമ്പ്യൂട്ടർ കെട്ടാവുന്നത്. ജസ്റ്റ് പേപ്പറിലാണ് നടക്കുള്ളൂ. ഇനി നമുക്ക് ഈ ഡബിൾ വയർ എടുത്ത് ഒരു ഡബിൾ ചുറ്റേണ്ടി വരും. ഒരടി തന്നെ ഡയമീറ്റർ. കറക്റ്റാ. ഇത് ചെടീനെ താങ്ങി ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എത്തുമ്പോൾ ഒന്ന് വളയ്ക്കുക. അങ്ങനെ അതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കാം നമുക്ക്. ഈ ഡബിൾ ചുറ്റിടുന്നതുകൊണ്ട് നല്ല ഉറപ്പും കിട്ടും.
ഇനി നമുക്ക് ഈ ഫ്രെയിം ജോയിൻ ചെയ്യാം. ചെറുതായിട്ട് മാർക്കിങ് കൊടുക്കാം. അടിഭാഗം ഭാഗം. ഇനി ഈ മാർക്കിങ് ഒരുമിച്ച് വെച്ച് നമുക്കൊരു ഫ്രെയിം സെറ്റ് ചെയ്യാം. അടിഭാഗവും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി അടുത്ത റിങ് ചേർക്കാം. ഒരു റിങ് കൂടെ വെർട്ടിക്കലായിട്ട് വയ്ക്കാം. ഇനി ഇതിൻ്റെ അടിഭാഗം കൂടിയും അറ്റാച്ച് ചെയ്യണം. എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം കമ്പ്യൂട്ടർ കെട്ടാം. ഇനി നമുക്ക് ഒരു റിങ് കൂടെ ഇതിൻ്റെ ചുറ്റിൽ വയ്ക്കണം. ഈ പ്രധാന ജംഗ്ഷനുകളെല്ലാം നമ്മൾ കമ്പി ഉപയോഗിച്ച് കെട്ടണം. കമ്പി മാത്രം ഉപയോഗിച്ച് കെട്ടുകയാണെങ്കിൽ ഇത് വഴുക്കി നിൽക്കുള്ളൂ. ഇനി നമുക്കിതിൽ ചിക്കൻ നെറ്റ് പുതിയ അതിനായിട്ട് അളവ് കൊടുക്കണം. ഇത് 3 അടിയുടെ ഇറങ്ങാണല്ലോ, കുറച്ച് കൂടുതൽ എടുക്കണം. ചിക്കൻ നെറ്റ് എടുക്കുന്നു 39 കിലോ എടുക്കണം. വീതി ഒരടിയിൽ കുറച്ച് കൂടുതൽ 14 എടുക്കാം. നീളം 39 ഇഞ്ചിൽ കട്ട് ചെയ്യാം. വീതി 14 ഇഞ്ചിൽ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ നെറ്റ് ഫ്രെയിമിലേക്ക് പൊതിയാം. ഈ കെട്ടിൻ്റെ ബാലൻസ് കമ്പികളോടെ ഉണ്ട്, അത് ഉപയോഗിച്ച് കെട്ടിയാൽ മതി. ഓരോ ജംഗ്ഷനിലും കമ്പികൾ പുറത്ത് വയ്ക്കുന്നുണ്ടാവും, അത് ഉപയോഗിച്ച് കെട്ടിയാൽ മതി. മോൾ ഭാഗം വളച്ച് കെട്ടണം.
ഈ ഭാഗം അങ്ങനെ തന്നെ മടക്കി വെച്ചു. ചെറിയ നൂല് കമ്പി കൊണ്ട് ഒന്ന് കോർത്ത് കെട്ടാം. ഇതാണ് മണി പ്ലാന്റുകൾ നടാനുള്ള ഫ്രെയിം വർക്ക്. ഇനി ഇതെങ്ങനെ ചെടിച്ചട്ടിയിൽ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പ്ലാന്റ് ചെയ്തതിന് ശേഷം ഫ്രെയിം വയ്ക്കാം. സെൻറ്ററിൽ ഒരു ചെറിയ ചെടി പ്ലാന്റ് ചെയ്യാം. മറ്റു വലിയ ചെടികൾ സൈഡിൽ പ്ലാന്റ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഫ്രെയിം വയ്ക്കാം. ഈ നടുവിലത്തെ ചെടി ഉള്ളിലോട്ട് വളരട്ടെ. ഇതിനുശേഷം മറ്റു ചെടികൾ ഫ്രെയിമിലേക്ക് വെച്ച് കെട്ടാം. ഇനി സാധാരണ നൂല് ഉപയോഗിച്ച് നമുക്ക് ചുറ്റിക്കെട്ടാം. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഫ്രെയിം ഫിറ്റ് ചെയ്യാം. ഇതിന് ലെങ്ത് കുറച്ച് കുറവാണ്, വളർന്ന് ശരിയായിക്കോളും. വളരുന്നതനുസരിച്ച് ചുറ്റി കൊടുക്കണം.